ഡൽഹിക്ക് കല്ലിൽ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടിയില്ലാതെയാണ് വീട്ടിൽ നിന്ന് ബസ് കയറി വന്ന് കഷ്ടപ്പാട് തോന്നി. ബസ് കയറി വന്ന് അവിടുന്ന് പിന്നെ ഇവൻ ഇപ്പം വിളിക്കാൻ വന്നു. എവിടെ വന്നു ഏർപ്പാട്. അപ്പോൾ ഒച്ചറ ഇറങ്ങിയതിന് കുറച്ചും കൂടെ അടുത്തായിരുന്നു. ഒച്ചറ ഇറക്കാതെ തന്നെ ഹരിപ്പാട് വന്നു. പിന്നെ അവിടുന്ന് ഉറങ്ങിയൊക്കെ വന്നു ഞാൻ പിന്നെ ആക്റ്റീവായി. ഇവിടെ കണ്ടപ്പോഴത്തേക്ക് ഉറങ്ങി വന്ന് എൻ്റെ ഫേസിൽ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ വന്നു നോക്കും. ഫോൺ ചാർജ് ചെയ്യുക പോകും. ഇതാണ് നമ്മുടെ ഇത്. മെയിനായിട്ടും ഫുഡ് മുക്കി പിന്നെ ഫുഡിനായിട്ടുള്ള രീതിയിൽ നമ്മൾ കാത്തിക്കുക. പൊറോട്ടയും ബീഫ് റോസ്റ്റാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തീർന്ന്. ഇവിടെ ആപ്പാടുള്ള ഒരു കട ഇതായിരുന്നു. ബാക്കി എല്ലാ കടയും ക്ലോസ് ആയിരുന്നു. കാരണം സമയം ഇപ്പം 1:22 നമ്മളങ്ങനെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം 6:04 ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞങ്ങളിങ്ങനെ ഒരു നല്ല സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തുകയാണ്. അതെ, നമ്മളെപ്പോൾ റൈഡിന് പോയാലും ഹെൽമെറ്റ് മസ്റ്റായിരിക്കണം. അപ്പം കോട്ടയത്ത് ചെല്ലുമ്പം ഞങ്ങൾക്ക് ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും, നമ്മുടെ ട്രിപ്പിൻ്റെ കൂടെ. ഇല്ലേ അതെ, ഓക്കെ, അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആ ഒരു മുതലിനെ നിങ്ങൾക്ക് കാണിച്ചുതരാം. അല്ലേ, ഇതാണ് സംഭവം. ചെക്ക 1.5 മുതലാണ്. ഓടിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഓടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചേട്ടൻ്റെ ബൈക്കാണിത്. ഇപ്പം ഞങ്ങൾ പോകാനായിട്ട് എടുത്തതാണ്. വരുന്ന വഴിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് പമ്പിലൊന്ന് കയറി കുറച്ച് ഫ്രഷ് ആവാൻ വിചാരിച്ചു. അതിനുവേണ്ടി ഒതുക്കിയതാണ്. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഏതാണ്ട് കുറച്ചും കൂടെ, അതായത് ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളു എത്താനായിട്ട്. ഇപ്പം നമ്മൾ എന്തായാലും നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. 9:55 നമ്മളിവിടെ ഏകദേശം എത്താൻ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴേക്കും ടൈം കാണിച്ചത് 9 മണിയാണ്. ഇപ്പം 1 മണിക്കൂറും കൂടെ എടുത്ത് അധികം. ഈ 2 പയ്യന്മാരിലാണ് നമ്മുടെ യാത്ര. ഇവിടെ വന്ന് നമ്മളെ കൊണ്ട് എത്തിച്ചത് ഇവന്മാരാണ്. കുഴപ്പമില്ല, രണ്ടും നല്ല പെർഫോമൻസ് ഉണ്ട്. 2 cc വണ്ടിയാണെങ്കിലും കൊള്ളാം. നമ്മളെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഒരിടയ്ക്കല്ല, ഇതിന് മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ സ്പോട്ടിൽ. അപ്പോൾ ഈ കാണുന്ന മലയൊന്നും എന്താ പറയുക, ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പം മല കാണും, കുറച്ച് കഴിയുമ്പം മല കാണത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് വെയിലൊക്കെ കാരണം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. വേറെ ഒന്നുമില്ല, എൻട്രി ഫീസ് 20 രൂപയാണ്. പിന്നെ ബൈക്കിൻ്റെ പാർക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ട്രക്കിങ് ജീപ്പിൽ പോകാനായിട്ട് അങ്ങനെ മൊത്തം ടോട്ടൽ 131 രൂപയുണ്ട്. നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുമ്പേ കുറച്ച് അവിടെ താഴെ ഇരുന്നായിരുന്നു വെയിറ്റ് ചെയ്ത്. വേറെ ഒന്നുമല്ല, അവിടെ നിന്നിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച്. ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ബ്രെഡ് ഓംലേറ്റും നൂഡിൽസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അതിപ്പം നമ്മൾ മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ലൈം ജ്യൂസും സംഭാരമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്രയായി.
നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അവിടെ ഇച്ചിരി ഒരു തണുപ്പുണ്ടെന്ന് കയറി വന്നപ്പോഴേ. പക്ഷേ അവിടുന്ന് എന്താ പറയുക, ഫ്രണ്ടിലോട്ട് നടന്നതിന് ശേഷം ആ ഒരു ഫീലില്ല. അത് ഒന്ന് സമയം മാറിയതിൻ്റെയാണോ അതോ ഞാൻ പറഞ്ഞതിൻ്റെ ആ കുഴപ്പം പറ്റാണോ അറിയില്ല. അപ്പം മുന്നോട്ട് നീങ്ങണം. നല്ല വെയിലുണ്ട്, എങ്ങനെയും കയറിപ്പോയേ പറ്റൂ. കയറി കയറി ഇനിയുണ്ട്. ശരിക്കും പറഞ്ഞതൊരു പകുതി പോലും ആയിട്ടില്ല. ഇവിടെ കണ്ട കാഴ്ച വെച്ചാൽ ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പം ഇച്ചിരി ക്ലീനായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ അവിടെ ഇവിടെയൊക്കെയായിട്ട് പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ മിക്കപ്പോഴും എല്ലായിടത്തും ഉള്ളതാണ് പ്ലാസ്റ്റിക്. അത് മാക്സിമം നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കാൻ നോക്കണം. അല്ലാതെ എത്ര ക്ലീൻ ചെയ്തെന്നാലും നമ്മൾ കൊണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളിട്ട് കണ്ടാൽ ഒന്ന് പിന്നെ ബാക്കി മൊത്തം കണ്ടിന്യൂ ആയിരിക്കും. നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. പക്ഷേ എനിക്ക് കൂടുതലും താല്പര്യം ആ കാണുന്നിടത്താണ്. അപ്പോൾ അത് ഒന്നുകിൽ ഇന്ന് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു ദിവസം നമ്മൾ വന്നിരിക്കും. ഇതൊക്കെയാണ് കാഴ്ച. കൂടുതലും അങ്ങനെയാണ്. നല്ല രസമുണ്ട് താഴെ നിന്ന് വണ്ടിയൊക്കെ കയറി വരുന്നത് കാണാനായിട്ട് കേട്ടോ. നമ്മൾ അതേപോലെ ഷോട്ടൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ നമുക്ക് നേരിൽ എങ്ങനെ എത്തണമെന്ന് വിചാരിച്ചിട്ട് കണക്കാക്കി കയറി വന്നതാണ്. പണിയൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. കാരണം അത്ര ഒരു ഇതില്ല. ഇത്തിരി ഹെൽത്ത് കണ്ടീഷനൊക്കെ വീക്കായിട്ടുള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതല്ല ചെറിയ ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു ഉറപ്പുമില്ല ആ രീതി. അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിനിഷൊന്നും ആയിട്ടില്ല. കൊച്ചു പിള്ളേരുമായിട്ടൊക്കെ വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. ഞാൻ കണ്ട കാഴ്ച അതാണ്. ഒരു സൈഡൊന്നുമില്ല എന്നുവെച്ചാൽ ഇവിടെ കുറച്ച് ക്ലിയർ ആണെങ്കിൽ, ക്ലിയർ അല്ല എങ്ങനെയൊക്കെ ഇറങ്ങി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെല്ലുമ്പോൾ ഫ്രണ്ടോട്ട് ചെല്ലുമ്പം വീണ്ടും അതേപോലെ അതിലും വലിയ ഇതായി. അപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ ഇപ്പം നിലവിലെ കണ്ടീഷൻ വെച്ച് കുറച്ച് ബെൻഡ് ചെയ്തൊക്കെ അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. എന്നാലും അത് റിസ്ക്കാണ്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് തണുപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വരണ്ട. നല്ല ചൂടുണ്ട്, കണ്ടില്ലേ? ഉയർത്തെടുത്തോണ്ടിരിക്കുക. ഞാൻ എന്താ ഇറങ്ങുന്നൊരു കാഴ്ച കാണിച്ചത് കണ്ടില്ലേ? ഇവിടെ ഇത് പിന്നെയും കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇതൊന്നും അല്ല, നല്ല പാടായിരുന്നു. ഗ്രിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. നേരെ ചവിട്ടിങ്ങനെ താഴെ പോകും. പയ്യെ പോയി എന്താ പറയുക, ഒരു പയ്യെ ഇറങ്ങി വന്നാൽ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എല്ലായിടത്തും വേസ്റ്റ് ഇടാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നു. നമ്മൾ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യണം. ഇവിടെ എന്താണ് അതേപോലെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ബോട്ടിൽസ് ഇടാനുള്ള രീതിയിൽ അവർ വെച്ചേക്കുന്നത്. പേപ്പേഴ്സൊക്കെ ഇട്ടാലും ഇവിടെ തന്നെ വിടത്തുള്ളൂ. അപ്പം അതിൻ്റെ രീതി കണക്കാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ഇത് ബോട്ടിൽ മാത്രം ഇട്ടാൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൊത്തം താഴെ പോത്തേ ഉള്ളൂ. ഇതാണ്ടേ ഇവിടെ കുറച്ച് ഭാഗം ഇപ്പോഴെല്ലാം ഉണ്ട്. എപ്പോഴും ചെയ്ത മുണ്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇറങ്ങി നടന്നു പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ഭാഗം മാത്രം, ബാക്കി എല്ലാം ഇത് തന്നെ റിസ്ക് തന്നെയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇവിടുത്തെ കണ്ടില്ലേ, കൊലം കണ്ടില്ലേ, ചൂട്. ഇനിയിപ്പോൾ അടുത്ത നമ്മളൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അത് കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല, നോക്കി പോകണം. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബാക്കി അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.